NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന പ്രചാരണത്തിലായിരുന്നു. ഇന്നലെ കലാശക്കൊട്ടോടുകൂടെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്നിനി ആരെയൊക്കെ കാണാനാണ്, എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്ന് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതു. അത് കഴിഞ്ഞ് കീ പോയിന്റ്സ് ആണ് പോകുന്നത്. ചില മണ്ഡലങ്ങളിൽ, എല്ലാ മണ്ഡലങ്ങളിലും എത്തിപ്പെടുന്നുണ്ട്. അവിടെ വിട്ടുപോയിരുന്ന, എത്തിപ്പെടാൻ സാധിക്കാതിരുന്ന കുറച്ച് കേന്ദ്രങ്ങളിലേക്ക് സന്ദർശനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള പ്രചാരണം എങ്ങനെയായിരുന്നു? എല്ലാ സ്ഥലത്തും എത്താൻ പറ്റിയ വലിയ, ഈ ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം, ഓടിയെത്താൻ ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലമാണ്. എല്ലാ കേന്ദ്രങ്ങളിലും ഓടിയെത്തി പരമാവധി ആളുകളെ കാണാൻ കഴിഞ്ഞോ? അതെ, വയനാട്ടിൽ വന്നത് മുതൽ ഞങ്ങൾക്ക് ഇതേ ഒരു ഓട്ടമാണ്. കാരണം 3 ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെ യാത്ര നടത്തി വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, വളരെ ഏർലി എണീക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ക്യാമ്പയിനിങ് ഒക്കെ വളരെ നല്ല വൃത്തിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ട് മുന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഇരട്ടിയായി NDAയുടെ വോട്ട് വിഹിതം ഉയർന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് കൂട്ടാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? കൂട്ടാൻ കഴിയുന്നല്ല, വിജയപ്രതീക്ഷ ഞങ്ങൾ തുടക്കം മുതൽ വെച്ച് പുലർത്തിയിരുന്നു. ഇന്നലത്തെ നമ്മുടെ കലാശക്കൊട്ട് കൂടെ കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം ആവേശത്തിൽ പ്രവർത്തകരുണ്ട്. പ്രവർത്തകരെല്ലാവരും തന്നെ വീട് സമ്പർക്കം അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തവണ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കലാശക്കൊട്ടിൻ്റെ സമയത്ത് നമുക്കറിയാം, ബാക്കിയുള്ള ആളുകൾ, പ്രവർത്തകരല്ലാതെ പൊതുജനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺഫിഡൻസ് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകളല്ലേ ഉള്ളൂ പോളിങ്ങിന്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. മോത്തി, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ് സംസാരിച്ചത്. വളരെ ആത്മവിശ്വാസത്തിലാണ്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതല്ല, വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുള്ളത്.